തൃശൂർ കോർപ്പറേഷനിൽ തർക്കം ഷീ ലോഡ്ജ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെ തർക്കമുണ്ടായ അംഗങ്ങൾ തമ്മിലുള്ള തർക്കം സംഘർഷത്തിലേക്ക് വഴിമാറുകയും ചെയ്തു. ദൃശ്യങ്ങളിലേക്ക് ഷീ ലോഡ്ജുമായി ബന്ധപ്പെട്ടാണ് തൃശൂർ കോർപ്പറേഷനിലെ തർക്കം ഉണ്ടായത്. അതിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. കണ്ണൂരിലെ SFI മാർച്ച് സംഘർഷത്തിൽ എത്തിയിരുന്നു. അതിലേക്ക് പിന്നീട് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ തൃശൂർ കോർപ്പറേഷനിലെ ആ തർക്കവും ഉന്തും തള്ളുമൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് MS ലിഷോയ് ചേരുന്നുണ്ട്. ലിഷോയ്, ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിലുള്ള പോരാണോ കാണുന്നത്? എപ്പോഴായിരുന്നു ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? എന്തിൻ്റെ പേരിലായിരുന്നു ഇങ്ങനെ കൗൺസിലർമാർ ഒന്നും തള്ളുമൊക്കെ നടത്തി മുന്നോട്ട് പോയത്? തൃശ്ശൂർ കോർപ്പറേഷന് കീഴിലെ ഈ അയ്യന്തോളിനടുത്ത് പ്രവർത്തിക്കുന്ന ഷീ ലോഡ്ജുണ്ട്. ഈ ഷീ ലോഡ്ജ് അതിൻ്റെ നടത്തിപ്പ് നേരത്തെ കുടുംബശ്രീക്കായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഷീ ലോഡ്ജിൻ്റെ നടത്തിപ്പ് ചുമതല കുടുംബശ്രീയിൽ നിന്ന് മാറ്റുന്നതിനോ അല്ലെങ്കിൽ അതിൻ്റെ ബൈലോ ഭേദഗതി ചെയ്യുന്നതിനോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുമൊക്കെയായി ഇന്ന് ചേർന്ന കൗൺസിൽ യോഗം ഉണ്ടായിരുന്നു. അതിൽ പ്രധാന അജണ്ട അതായിരുന്നു. ഈ ഷീ ലോഡ്ജിൻ്റെ നടത്തിപ്പ് അത് കഴിഞ്ഞ കാലങ്ങളായെല്ലാം തന്നെ വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഭരണപക്ഷത്തിൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഈ ഭരണപക്ഷം ഈ ഷീ ലോഡ്ജിന്റെ നടത്തിപ്പ് അത് ഈ കുടുംബശ്രീയിൽ നിന്ന് മാറ്റണം എന്നുള്ള ഒരു നിലപാടാണ് എടുത്തത്. ഈ നിലപാടിനെതിരെ ഇപ്പോൾ മുൻപ് കഴിഞ്ഞ ഭരണസമിതിയിലെ അതായത് കഴിഞ്ഞ ഭരണസമിതി LDFന്റെ ആയിരുന്നു. LDF അംഗങ്ങൾ ഈ ഒരു കൗൺസിലിൽ അതിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. കുടുംബശ്രീയെ തകർക്കാനുള്ള ശ്രമമാണ് ഇത് നടക്കുന്നതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിച്ചത്. അത് പിന്നീട് ഒരു തർക്കത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറേ കാലങ്ങളായി മുൻ ഈ കൗൺസിലറായിരുന്ന വർഗീസ് കണ്ടംകുളത്തി എന്ന് പറയുന്ന കൗൺസിലർ ഉണ്ടായിരുന്നു. ഈ വർഗീസ് കണ്ടംകുളത്തിയുടെ ഏറ്റവും അടുത്ത ആളുകളെ ഈ ഷീ ലോഡ്ജിന്റെ നടത്തിപ്പ് ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതിൽ ക്രമക്കേടുകൾ വലിയ തോതിൽ നടന്നിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഭരണപക്ഷം ഉയർത്തുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുന്നത് അല്ലെങ്കിൽ ചർച്ചയിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതേസമയം ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ഇത്തരത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു കാര്യങ്ങളിലേക്ക് തന്നെ എത്തുകയായിരുന്നു. ഇപ്പൊ എന്താണ് ഇതിലൊരു ഇത്രയും വലിയ തർക്കത്തിലേക്ക് കാരണം? ഡെപ്യൂട്ടി മേയറാണ് ചേരുന്നത്. നമ്മൾ ഷീ ലോഡ്ജുമായി ബന്ധപ്പെട്ട അജണ്ടയാണ് ചർച്ച ചെയ്യുന്നത്. ഷീ ലോഡ്ജ് കഴിഞ്ഞ കാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടപ്പെട്ടവർക്ക് തീരെഴുതി കൊടുത്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടപ്പെട്ടവർ കഴിഞ്ഞ കാലം ഷീ ലോഡ്ജ് യാതൊരു കരാറുമില്ലാതെ ബൈലോ ഇല്ലാതെ തീരെഴുതി കൊടുത്തത് തിരിച്ചു പിടിക്കുന്ന ഒരു രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നടന്നത്. ഷീ ലോഡ്ജ് സംരക്ഷിക്കാനുള്ള പ്രവർത്തനമാണ് നടന്നത്. അതിനൊക്കെ സത്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പ്രതിപക്ഷ കൗൺസിലർമാരും ഭയപ്പെട്ട് ഓടി ഒളിച്ച് ബഹളം വെച്ചൊരു കാര്യം ചർച്ച പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ചർച്ച പൂർത്തി ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് കൃത്യമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചർച്ച ചെയ്ത് പഠിച്ച് തയ്യാറാക്കിയ ബൈലോണ്. ആ ബൈലോയാണ് കഴിഞ്ഞ കാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇവിടെയുള്ള കഴിഞ്ഞ കാല ഭരണകർത്താക്കൾക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഷീ ലോഡ്ജ് എഴുതി കൊടുത്തത്. അത് തിരിച്ചു പിടിക്കുന്ന പ്രവർത്തനമാണ് ഇവിടെ കോൺഗ്രസ് ഭരണസമിതി നടത്തിയത്. അതായത് ഈ ഇത്തരത്തിൽ ഒരു ഇപ്പോഴത്തെ കൗൺസിൽ പിരിച്ചു വന്നു. കൗൺസിൽ ഇപ്പോൾ തൽക്കാലം പിരിച്ചുവിട്ടു. തീരെ ചർച്ച നടത്താൻ പറ്റാത്ത അവസ്ഥ. മര്യാദയ്ക്ക് നമ്മൾ ചർച്ച ചെയ്താൽ ഞങ്ങൾക്കും പറയാനുണ്ട്, ബാക്കിയുള്ള കൗൺസിലേഴ്സ് എല്ലാവർക്കും സംസാരിക്കാനുണ്ട്. ഒരു കൂട്ടർ മാത്രം സംസാരിച്ച് ബാക്കിയുള്ളവരെ സംസാരിക്കാൻ പറ്റാത്തത് ജനാധിപത്യ ദംശനമാണ്.
ഇവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഷീ ലോഡ്ജിന്റെ പേരിൽ അയ്യന്തോൾ പഞ്ചിക്കൽ ഒരു ഷീ ലോഡ്ജ് ഉണ്ട്. ആ ഷീ ലോഡ്ജ് അതിന് നടത്തിപ്പുമായി യാതൊരു മാർഗരേഖയും യാതൊരു ഇതൊന്നും ഇല്ലാതെ കൃത്യതയില്ലാതെ അഗ്രിമെന്റ് പോലും ഇല്ലാതെയാണ് നടത്തുന്നത്. അതിനെതിരെ നമ്മൾ ചോദ്യം ചെയ്തപ്പോൾ ഇതിനൊരു ബൈലോ കൊണ്ടുവന്നപ്പോൾ ബൈലോന് ഭേദഗതികൾ വരുത്തിപ്പോൾ കഴിഞ്ഞ 10 വർഷം ചെയ്ത് തന്നെ തിരിച്ചു ചെയ്യാനാണെങ്കിൽ ജനങ്ങൾ ജയിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ ജയിപ്പിച്ചു വന്നത് കഴിഞ്ഞ 10 വർഷം ഇവർ ചെയ്തത് റിപ്പീറ്റ് ചെയ്യാനല്ല. ഞങ്ങളുടേതായ ഭേദഗതി വരുത്തി നല്ല രീതിയിൽ ഷീ ലോഡ്ജ് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇനി കണ്ണൂർ കോർപ്പറേഷനിൽ ഷീ ലോഡ്ജ് നടത്തുന്ന കുടുംബശ്രീ അല്ല. അപ്പൊ ഇവിടെ മാത്രം ഇവർക്ക് എന്താ പ്രശ്നം? ഇത് നമ്മളെ കുടുംബശ്രീ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. ഏത് വനിതാ സഹകരണ സംഘങ്ങളാണോ വരുന്നത്, ഏത് NGO അസോസിയേഷൻ വനിതകൾ വരുന്നു, കുടുംബശ്രീ വനിതാ സംരംഭം ഉണ്ടെങ്കിൽ അവരെല്ലാം പരിഗണിച്ചുകൊണ്ട് കൃത്യമായ ബൈൽ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വീട്ടു സ്വത്തായിട്ട് കൊണ്ടുനടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. തീർച്ചയായും മേയറാണ് നിലപാട് വ്യക്തമാക്കിയത്. അതിനോടൊപ്പം തന്നെ ഇനിയിപ്പോൾ പ്രതിപക്ഷ കൗൺസിലർമാരാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം നടത്തുന്നത്. അവരുടെ കൂടി ഒരു നിലപാട് അറിയേണ്ടതുണ്ട്. അതായത് വലിയൊരു പ്രതിഷേധം തന്നെ ഇപ്പോൾ കൗൺസിൽ ഹാളിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ. ഇനിയിപ്പോൾ പ്രതിഷേധം ഏത് തലത്തിലേക്ക് മാറ്റാനാണ്? ഇപ്പോൾ ചർച്ച എന്തായാലും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. കുടുംബശ്രീയെ തകർക്കുന്ന സമീപനമാണ് മേയറടക്കമുള്ള ഭരണസമിതി ഇന്നത്തെ ശ്രീ MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ കോർപ്പറേഷനിൽ വലിയ ഉന്തം തള്ളം LDF അംഗങ്ങളും ഭരണപക്ഷത്തെ അംഗങ്ങളും തമ്മിലുള്ള ചേരിപ്പോരായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ വാക്കേറ്റമൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് ഇപ്പോൾ കൗൺസിൽ യോഗം പിരിച്ചുവിട്ടതായി മേയറുടെ അറിയിപ്പും വരികയുണ്ടായി.